സുധാ വല്യമ്മയുടെ നോട്ടവും ആ വർത്താനത്തിൽ ഒളിഞ്ഞിരിപ്പുള്ള അർത്ഥവും ആലോചിച്ച് സതീശൻ വളരെ പ്രതീക്ഷയോടെ ബിന്ദുവിനെ നോക്കി. ഒരു നിമിഷം മൗനമായിരുന്നു അപ്പോൾ അവിടെ. ബിന്ദു സംശയത്തോടെ സുധയെയും സതീശനെയും മാറി മാറി നോക്കി. ചേച്ചി ചേച്ചി എന്താണ് ഈ പറയുന്നത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായിട്ടുണ്ട് ബിന്ദു. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇവിടെ നടത്താൻ പോകുന്ന മന്ത്രകർമ്മങ്ങൾക്ക് വിജയം കാണണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ. അത് കേട്ട് ബിന്ദു ഒന്ന് ഞെട്ടി. സതീശനുമായി താൻ ഇല്ല, ഒരിക്കലുമില്ല. അത് തനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. ഇല്ല ചേച്ചി, എനിക്ക് ഇതിന് പറ്റില്ല. വേറെ വല്ല വഴിയുമുണ്ടോ? നമുക്ക് ഇത് മാറ്റിവെച്ചാലോ? ബിന്ദു ചോദിച്ചത് കേട്ട് സതീശൻ നിരാശയോടെ മുഖം താഴ്ത്തി. ബിന്ദു, ഇത് അങ്ങനെ മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെക്കാം. പക്ഷെ പിന്നീട് വീണ്ടും ഇത് ചെയ്യണമെങ്കിൽ അടുത്ത വർഷമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോഴേക്കും ഈ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഷോ, ഇത് വലിയ കഷ്ടമായല്ലോ. ചേച്ചി, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ പറയാം. ശരി. ബിന്ദു പറഞ്ഞത് കേട്ട് സതീശനിൽ വീണ്ടും പ്രതീക്ഷ കടന്നു വന്നു. മുഖത്ത് ചിരി വിടർന്നു. ബിന്ദു മുറിയിലേക്ക് ചെന്നു. എന്ത് ചെയ്യും? എന്തായാലും സതീശൻ ശരിയാവില്ല. പിന്നെ പുറത്തുനിന്ന് ആരെയും കിട്ടുകയുമില്ല. ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആര് വരാനാണ്? അതുകൊണ്ട് അത് നടക്കില്ല. അങ്ങനെ അതും ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബിന്ദുവിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയത്. അത് തെറ്റാണെന്നറിയാം, എങ്കിലും ഒരു നമ്പർ ഇട്ട് നോക്കാം. അങ്ങനെ ബിന്ദു ഫോണെടുത്ത് ശ്യാമിനെ വിളിച്ചു. ഓ, അമ്മ വീണ്ടും മന്ത്രവാദത്തിൻ്റെ കാര്യവും പറഞ്ഞ് രാജയാൻ്റെ അന്വേഷിച്ച് വിളിക്കുന്നതായിരിക്കും എന്ന് ചിന്തിച്ച് ശ്യാം ആദ്യം ഫോൺ എടുത്തില്ല. 2 തവണ റിങ് ചെയ്തു, എന്നിട്ടും എടുത്തില്ല. പിന്നെ 3-മത്തെ തവണ അവൻ ഫോൺ എടുത്തു. എന്താ അമ്മേ കാര്യം? ബിന്ദു എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് കേട്ട് ശ്യാം അന്താളിച്ച് നിന്ന് പോയി. പെട്ടെന്ന് അവന് മിണ്ടാട്ടമില്ല. എടാ, ഹലോ മോനെ, നിനക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ബിന്ദു അത്രയും പറഞ്ഞതും അവന് സ്വബോധം വന്നു. വേണ്ടെന്നോ? വേണം വേണം, ആർക്കാ വേണ്ടാത്തത്? വേണം, അവൻ മനസ്സിൽ പറഞ്ഞു. എങ്കിലും അവൻ വലിയ താല്പര്യമില്ലാത്ത ഭാവം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും അമ്മയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യാട്ടോ. അല്ലാതെ എനിക്കിത് വേണം എന്നുണ്ടായിട്ടല്ല. അമ്മയ്ക്ക് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. അത് കേട്ടതും ബിന്ദുവിന് വിശ്വസിക്കാനായില്ല. അവർ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ നീ വേഗം ഇങ്ങോട്ട് വാ. ഇന്ന് തന്നെ വേണോ അമ്മേ? നാളെ പോരെ? പറ്റില്ല പറ്റില്ല, ഇന്ന് തന്നെ വേണം. നീ വേഗം വാട്ടോ. ആ, എന്നാ ഓക്കെ, ശരി. അങ്ങനെ ബിന്ദു സന്തോഷത്തോടെ ചെന്ന് ശ്രുതിയോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിലും അവൻ ആളും എടുക്കനാ, അവൻ്റെ അച്ഛനെ പോലെ തന്നെ. സുധ ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്തോ കുത്തിവെച്ച് പറഞ്ഞതാണോ എന്ന ചിന്ത ബിന്ദുവിൻ്റെ മനസ്സിൽ വന്നു. എന്തായാലും തനിക്ക് ഇതിൽ പ്രവർത്തിക്കാൻ റോളൊന്നുമില്ല എന്ന് മനസ്സിലായ സതീശൻ അവിടെ തന്നെ ഒന്നും മിണ്ടാതിരുന്നു. വെറുതെ കാണുകയെങ്കിലും ചെയ്യാലോ എന്ന് കരുതിയിട്ട്. ഇതേ സമയം ശ്യാം വേഗം നാട്ടിലേക്കുള്ള ബസ് കയറി. ഹോ, സത്യം പറഞ്ഞാൽ താൻ ഏറെ ആഗ്രഹിച്ചതാണ് ഈ കാര്യം. പക്ഷെ ഇതും പറഞ്ഞ് അവർ തന്നെ വിളിക്കുമെന്ന് ഒട്ടും കരുതിയിരുന്നതല്ല. തൻ്റെ രണ്ടാനമ്മ ബിന്ദു തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. താനും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അതിന് ഒരു കണക്കുമില്ല. ഇപ്പോൾ ആ ഭാഗ്യം നേരിൽ വന്നിരിക്കുന്നു. അങ്ങനെ അതൊക്കെ ചിന്തിച്ച് ശ്യാം ബസ്സിൽ വെച്ച പാട്ടും കേട്ട് അങ്ങനെ ഓരോ ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഇതേ സമയം അവരെയും കാത്തിരിപ്പായിരുന്നു ബിന്ദുവും സുധയും സതീശനും. നേരം ഇരുട്ടാവുന്നല്ലോ, ഇവൻ എന്താ വരാത്തത്? ബിന്ദു പറഞ്ഞു. സാരമില്ല ബിന്ദു, നമുക്ക് രാത്രി 3 മണി വരെ സമയമുണ്ട്, സുധാ വല്യമ്മ പറഞ്ഞു. അങ്ങനെ ഒരു 9:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ശ്യാം വീട്ടിലെത്തി. വന്നോ ഇവൻ? അപ്പോൾ അവസാനത്തെ പ്രതീക്ഷയും പോയി, സതീശൻ മനസ്സിൽ പറഞ്ഞു. എടാ മോനെ, വാ വാ, ഇവിടെ ഇരിക്ക്, സുധ പറഞ്ഞു. എന്താ വല്യമേ ഇത്? അവസാനം കഴിഞ്ഞ തവണത്തെ പോലെ ബന്ധിച്ചു വെച്ച പ്രേതം പുറത്ത് ചാടുമോ? അത് കേട്ട് സുധാ വല്യമ്മ പൊട്ടിച്ചിരിച്ചു. ഇല്ലടാ മോനെ, അത് അന്ന് വല്യമ്മയ്ക്ക് ഒരബദ്ധം പറ്റിപ്പോയതല്ലേ. അങ്ങനെ എപ്പോഴും നമുക്ക് അബദ്ധം പറ്റില്ലല്ലോ. ശരി ശരി. അപ്പോൾ തുടങ്ങിക്കോളൂ. ബിന്ദു, നീ റെഡിയല്ലേ? സുധയുടെ ചോദ്യം കേട്ടതും അവർ സംശയത്തോടെ ശ്യാമിനെ നോക്കി.
അത് കണ്ട് സതീശൻ നഷ്ടബോധത്തോടെയും ഭാഗ്യം കൈവന്നു എന്ന ഭാവത്തോടെ ശ്യാമും അവരെ നോക്കി നിന്നു. ബിന്ദു തുടങ്ങാം, ബിന്ദു പറഞ്ഞു. സതീശ സുധ അങ്ങനെ പറഞ്ഞതും സതീശൻ എല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി വൈകിക്കേണ്ട, തുടങ്ങിക്കോളും. തുടക്കം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കിയെല്ലാം വളരെ ഭംഗിയാക്കിയിരുന്നു. അതുകണ്ട് സതീശൻ കണ്ണമേച്ച് നോക്കിയിരുന്നു പോയി. സുധാ വല്യമ്മ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ സമയം 10:30 മണി കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് അവിടുത്തെ വിളക്കുകളെല്ലാം അണഞ്ഞത്. അപ്പോൾ അവിടമാകെ ഇരുട്ടായി. അത് കണ്ടപ്പോൾ സതീശൻ വേഗം എണീറ്റ് ലൈറ്റിടാൻ നോക്കി. പക്ഷെ കറണ്ടുമില്ല. ഇതെന്ത് പറ്റി എന്നും ചിന്തിച്ച് അയാൾ പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ഇതെന്താ പെട്ടെന്ന് ഒരു കറണ്ട് പോക്ക്, ബിന്ദു സ്വയം പറഞ്ഞു. ശ്യാം മൊബൈലെടുത്ത് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ വല്യമ്മയെ നോക്കി. അപ്പോൾ അവർ കണ്ണടച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അവർ കണ്ണു തുറന്നു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, അപകടം, അപകടം. എന്ത് അപകടമാ? ശ്യാം ചോദിച്ചു. പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടെ കതക് തുറന്നു വന്നത്. എല്ലാവരും ഒരു ഞെട്ടലോടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അങ്ങോട്ടേക്ക് നോക്കിയതും അവിടെ ആരെയും കണ്ടില്ല. പെട്ടെന്നാണ് വീണ്ടും ഒരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. അത് കണ്ട് അവർ ഞെട്ടി. ബിന്ദുവിൻ്റെ ഭർത്താവ് പുരുഷോത്തമൻ അവിടെ നിൽക്കുന്നു. ഇത്രയും വർഷം കിടപ്പിലായ ഇങ്ങേര് എണീറ്റ് നടക്കാൻ തുടങ്ങിയല്ലോ, ബിന്ദു സന്തോഷത്തോടെ ചിന്തിച്ചു. ഇന്നലെ വരെ കിടപ്പിലായിരുന്ന അച്ഛൻ പെട്ടെന്ന് ചാടി എണീറ്റോ എന്നും ചിന്തിച്ച് ശ്യാം അമ്പരപ്പോടെ നോക്കി നിന്നു. ചേട്ടാ എന്ന് വിളിച്ച് ബിന്ദു അടുത്തേക്ക് ചെന്നതും പോകരുത് എന്ന് സുധ പറഞ്ഞതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് പുരുഷോത്തമൻ്റെ മട്ടും ഭാവവും മാറി. വായിൽ 2 കൂർത്ത പല്ലുകൾ പ്രത്യക്ഷമായി വരുന്നു. അത് കണ്ടതും ബിന്ദു പേടിച്ച് വിയർത്തു. ശ്യാം അമ്മയെന്ന് വിളിച്ചതും പുരുഷോത്തമൻ ഒറ്റ തള്ള്. ബിന്ദു ചെന്ന് വീണത് ശ്യാമിൻ്റെ മേലെയായിരുന്നു. അവൻ തറയിൽ നടുവും കുത്തി വീണു, കൂടെ ബിന്ദുവും. ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു സതീശൻ. സുധ അപ്പോഴും കണ്ണടച്ചുകൊണ്ട് എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് പുരുഷോത്തമൻ അവരുടെ അടുത്തേക്ക് ചെന്നു. വല്യമ്മേ, കണ്ണ് തുറക്ക്, ദേ അത് വരുന്നു. ശ്യാം അത് പറഞ്ഞതും അവർ കണ്ണ് തുറന്നു. പിന്നെ എന്തോ പൊടിയെടുത്ത് അതിൻ്റെ മേലേക്ക് വിതറിക്കൊടുത്തു. അപ്പോൾ ആ രൂപം വലിയ ശബ്ദമുണ്ടാക്കി മുഖവും പൊത്തിക്കൊണ്ട് പിന്നോട്ടേക്ക് നടന്നു. അത് കണ്ട് സുധ പൊട്ടിച്ചിരിച്ചു. എല്ലാവരും ചെറുതായെങ്കിലും ഒന്ന് ആശ്വസിച്ചിരിക്കെ പെട്ടെന്ന് അത് പല്ല് വെളിയിൽ കാട്ടിക്കൊണ്ട് വീണ്ടും വന്നതും എല്ലാവരുടെയും ഉള്ളൊന്ന് കാളി. വീണ്ടും സുധ പൊടിയെടുത്ത് അതിൻ്റെ മേലേക്ക് വിതറിയതും അത് ദേഷ്യത്തോടെ വലിയ ശബ്ദമുണ്ടാക്കി. സുധയും വിട്ടില്ല. വീണ്ടും അവർ പൊടിയെടുത്ത് വിതറാനിരിക്കെ പെട്ടെന്ന് ആ രൂപം അവരുടെ കയ്യിൽ ഊതി. ആ പൊടി സുധയുടെ മുഖത്തേക്ക് പാറി. പെട്ടെന്ന് സുധ തുമ്മാൻ തുടങ്ങി. തുമ്മലോട് തുമ്മൽ. അവർക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ ശ്യാം പറഞ്ഞു, അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വല്യമ്മ ഇപ്പോൾ ദുർമന്ത്രവാദിനായെന്ന്, ഇതൊക്കെ അവസാനം ചീറ്റിപ്പോകുമെന്ന്. എടാ, അതിനിപ്പോൾ എന്താ സംഭവിച്ചേ? നിന്റെ അച്ഛൻ്റെ ദേഹത്ത് എങ്ങനെ ബാധ കയറി? അമ്മേ, അതൊന്നും ഇപ്പോൾ കണ്ടുപിടിക്കാൻ സമയമില്ല. ഞാൻ അന്ന് പറഞ്ഞത് കേൾക്കണമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ദുരന്തം വന്നത്. എടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബിന്ദു പേടിയോടെ അങ്ങനെ ചോദിച്ചതും സതീശൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഒറ്റ ഓട്ടം. ദേ, സതീശൻ ഓടുന്നത് കണ്ടില്ലേ? അത് തന്നെ, എണീറ്റ് ഓടിക്കോ. അതും പറഞ്ഞ് ശ്യാം അമ്മയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് ഓടി. സതീശൻ ഗേറ്റ് തുറന്ന് ഓടി വേഗം അയാളുടെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തു. സതീശ, ഓട്ടോ വിടല്ലേ എന്നും പറഞ്ഞ് പിന്നാലെ ശ്യാമും ബിന്ദുവും ഓടി. ശ്യാം ഓടുന്നതിനിടയ്ക്ക് വെറുതെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആ രൂപവും പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതിന് അത്ര വേഗതയില്ലായിരുന്നു. സതീശൻ ഓട്ടോ എടുക്കവേ ബിന്ദുവും ശ്യാമും ഓട്ടോയിൽ ചാടിക്കയറി. സതീശ, വേഗം വിടടാ, ബിന്ദു പറഞ്ഞു. അയാൾ ഓട്ടോ സ്പീഡ് കൂട്ടി വിട്ടു. മൺപാതയിലൂടെ ഓട്ടോ കുലുങ്ങിയും ചെരിഞ്ഞും വേഗത്തിലോടി. പിന്നെ റോഡിലേക്ക് പാഞ്ഞു കയറി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സതീശൻ കണ്ണാടിയിൽ കൂടി നോക്കിയിട്ട് ചോദിച്ചു, പിന്നിലേക്ക് നോക്കിക്കേ, അത് വരുന്നുണ്ടോ? ബിന്ദുവും ശ്യാമും പേടിയോടെ പിന്നിലേക്ക് നോക്കി. ഇല്ല, ഇപ്പോൾ അതിനെ കാണുന്നില്ല, അവർ പറഞ്ഞു.